എറണാകുളം ജില്ലയിൽ മുഴുവൻ സീറ്റുകളിലും യു.ഡി.എഫിനാണ് വിജയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ മത്സരിച്ച മുഴുവൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളും ജില്ലയിൽ വിജയിച്ചു. വോട്ടെണ്ണൽ ഘട്ടത്തിലുടനീളം യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ ആധിപത്യം നിലനിർത്തുന്നതാണ് എറണാകുളം ജില്ലയിൽ കണ്ടത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറവൂരിൽ തുടക്കത്തിൽ പിന്നിലായത് യു.ഡി.എഫ് ക്യാമ്പിൽ ആശങ്ക പടർത്തിയെങ്കിലും തുടർന്നുള്ള റൗണ്ടുകളിൽ സതീശന് ലീഡ് പിടിക്കാനായി. ഒടുവിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 20,000-ലധികം വോട്ടുകൾക്ക് വി.ഡി. സതീശൻ മണ്ഡലം നിലനിർത്തി. പെരുമ്പാവൂരിൽ 28,434 വോട്ടുകൾക്ക് കോൺഗ്രസിലെ മനോജ് മുത്തടൻ വിജയിച്ചു. തൃക്കാക്കരയിൽ 47,746 വോട്ടുകൾക്ക് കോൺഗ്രസിലെ തന്നെ ഉമാ തോമസ് മണ്ഡലം നിലനിർത്തി. മൂവാറ്റുപുഴയിൽ 41,173 വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ മാത്യു കുഴൽനാടൻ്റെ വിജയം. അങ്കമാലിയിൽ കോൺഗ്രസ് യുവനേതാവ് റോജി എം ജോൺ 37,000-ലധികം വോട്ടുകൾക്ക് മണ്ഡലം നിലനിർത്തി. ആലുവയിൽ യു.ഡി.എഫിലെ അൻവർ സാദത്ത് 28,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസിലെ ടോണി ചമ്മണി 15,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൈപ്പിൻ പിടിച്ചെടുത്തു. സിറ്റിംഗ് സീറ്റുകളായ കൊച്ചിയും കളമശ്ശേരിയും കോതമംഗലവും കുന്നത്തുനാടും ഇടതുമുന്നണിക്ക് നഷ്ടമായി. കൊച്ചി മണ്ഡലത്തിൽ 8,188 വോട്ടുകൾക്ക് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കുന്നത്തുനാടിൽ കോൺഗ്രസിലെ VP സജീന്ദ്രൻ 21,000-ലധികം വോട്ടുകൾക്കും വിജയിച്ചു. NDA മുന്നണിയിൽ മത്സരിച്ചിട്ടും കുന്നത്തുനാട് 2020-ക്ക് 2021 വോട്ട് നിലനിർത്താനായില്ല. കോതമംഗലത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഷിബു തെക്കുംപുറം 16,859 വോട്ടുകൾക്ക് വിജയിച്ചു. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിലെ VE അബ്ദുൽ ഗഫൂർ 16,312 വോട്ടുകൾക്ക് മന്ത്രി P രാജീവിനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു. തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിലെ ദീപക് ജോയ് 18,456 വോട്ടുകൾക്കാണ് വിജയിച്ചത്. എറണാകുളം നിയമസഭാ മണ്ഡലവും യു.ഡി.എഫ് നിലനിർത്തി. കോൺഗ്രസിലെ TJ വിനോദ് 36,133 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പിറവം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് 44,681 വോട്ടുകൾക്ക് മണ്ഡലം നിലനിർത്തി. എറണാകുളം ജില്ല പരമ്പരാഗത യു.ഡി.എഫ് ആഭിമുഖ്യം നിലനിർത്തിയതോടെ മുഴുവൻ മണ്ഡലങ്ങളിലും യു.ഡി.എഫിന് വിജയക്കൊടി പാറിക്കാനായി. കൈരളി ന്യൂസ്, കൊച്ചി.